ഫ്ലേവേഴ്സ് ഓഫ് AB കിച്ചൺ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കരിങ്കുറിഞ്ഞി കുറുക്കിയതുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് കാണാം. ഇതാണ് കരിങ്കുറിഞ്ഞി. കേരളത്തിലെ കാലാവസ്ഥയിൽ പെട്ടെന്ന് വളരുന്നൊരു കുറ്റിച്ചെടിയാണ് കരിങ്കുറിഞ്ഞി. കരിങ്കുറിഞ്ഞി ആയുർവേദത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഔഷധ സസ്യമാണ്. വാതരോഗങ്ങൾ, സ്ത്രീകളുടെ ഉദരരോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഫലപ്രദമായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണിത്. ലേഹ്യം, കുഴമ്പ്, തൈലം എന്നിവയ്ക്കായെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു കുറ്റിച്ചെടിയായാണ് കാണപ്പെടുന്നത്. കട്ടിയുള്ള തണ്ടാണ് മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽസായിട്ട് എനിക്കൊന്നും അറിയില്ല. അറിയേണ്ടവർ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇത് വീടുകളിൽ ഉപയോഗിക്കുന്നത് കുറുക്കി, നെയ്യപ്പം, ഉണ്ണിയപ്പം, പുട്ട് എന്നിവ ഉണ്ടാക്കിയിട്ടൊക്കെയാണ്. ഇന്ന് നമുക്ക് ഇത് കുറുക്കി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇവിടെ കരിങ്കുറിഞ്ഞിയില എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ തണ്ടെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇലയുടെ നാരൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇത് പറിച്ചു വെച്ചിട്ട് 2-3 ദിവസമായി. അതാണ് വാടിപ്പോയേക്കുന്നത്. കുറേശ്ശെ ഇട്ടുകൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. അരയാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഒരു അരിപ്പ് വെച്ച് നമുക്ക് നന്നായി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം. ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചൊന്ന് നന്നായി പ്രസ് ചെയ്ത് നീരൊക്കെ എടുക്കാം. എന്നിട്ട് ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിക്കളയാം. വെള്ളം കൂടിപ്പോകാതിരിക്കാനായിട്ട് ഈ അരച്ച വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇലയുടെ നീരെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അരിച്ച് നല്ല വൃത്തിയാക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായി ശർക്കര നന്നായിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിന്, പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പൂപ്പരുത്തി ഇല, കരിനെച്ചി ഇല, പൂപ്പരുത്തി അല്ലെങ്കിൽ ചീലാന്തി ഇല, കരിനെച്ചി ഇല, കുടങ്ങല്, ചെറുള എന്നിവ വെച്ചെല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമായ ശർക്കരയും ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ഇലയുടെ നീരൊഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ ആവശ്യാനുസരണം ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് ഒഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇനി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ പൊടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ പൊടിയിട്ട് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കെട്ടാതെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. കട്ട കെട്ടിയാലും വിഷമിക്കൊന്നും വേണ്ട. ചൂടാറുമ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. വെള്ളം പോരെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമോ എന്തെങ്കിലും ഒഴിക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിനാവണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം.
നെയ്യോ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത്. കുറച്ച് മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ ഉപയോഗിക്കാം. അങ്ങനെ കരിങ്കുറിഞ്ഞി കുറുക്കിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.